ഹായ് ഹലോ ഫ്രണ്ട്സ്, ജോയ് ഓഫ് ലേറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈജു സ്റ്റീഫൻ ചിറൈ. എൻ്റെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് പിന്നിൽ എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. ഈ മാതൃദിനത്തിൽ പതിവിലും വ്യത്യസ്തമായി എൻ്റെ മമ്മിക്ക് ഒരു ഗിഫ്റ്റ് നൽകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ പോകുന്ന ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? പോകാം വീഡിയോയിലേക്ക്. മദേഴ്സ് ഡേ ഗിഫ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ് കാർഡ്ബോർഡ് പീസ്, ഫെവിക്കോള്, ഫാബ്രിക് പെയിൻറ്റ്, കത്രിക, പിന്നെ ഞാനും എൻ്റെ മമ്മിയും കൂടെയുള്ള ഒരു ഫോട്ടോയുടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. കളർ പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വുഡൻ പീസസ് വേണം. ആ വുഡൻ പീസസ് ഒട്ടിക്കുന്നതിന് ആവശ്യമായ ഫെവിക്കോളിൻ്റെ വുഡ് ഫിൽ എന്ന് പറയുന്ന പശയും വേണം. ഞാൻ ആദ്യം ചെയ്തത് ഈ കാർഡ്ബോർഡ് പീസിൽ ഒരു അമ്മയും കുഞ്ഞിൻ്റെയും പടം വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഫോട്ടോ പ്രിൻറ്റിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തു. അതിനെ ആ കാർഡ്ബോർഡ് പീസിൽ ഹാർട്ട് ഷേപ്പിൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഈ അമ്മയും കുഞ്ഞിൻ്റെയും ചിത്രം വരച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ കൂടെ കാർഡ്ബോർഡ് പീസിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ചിത്രം വരച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാർഡ്ബോർഡ് ആ ഷേപ്പിൽ അമ്മയും കുഞ്ഞിൻ്റെ ചിത്രവും ഈ ഹാർട്ട് ഷേപ്പിലുള്ള വരച്ച ആ ഭാഗവും കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ നന്നായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് വരുത്തുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലൊരു ഷേപ്പ് കിട്ടി. അതിനുശേഷം വീണ്ടും അതിൻ്റെ പുറത്ത്, ആ ചിത്രത്തിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഹാർട്ട് ഷേപ്പ് കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേറെ നമ്മുടെ വേസ്റ്റ് പീസിൽ നിന്ന് തന്നെയാണ്, കാർഡ്ബോർഡ് പീസിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനെ ഫെവിക്കോൾ കൊണ്ട് പശയൊക്കെ തേച്ച് നന്നായിട്ട് തേച്ച് അതിൽ ഒട്ടിച്ചു ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം, വേസ്റ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ഷേപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി ആ അമ്മയും കുഞ്ഞും ചിത്രത്തിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻറ്റ് നന്നായിട്ട് 2 കോട്ട് പെയിൻറ്റ് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തെളിച്ചത്തോടുകൂടി കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇതിന് എടുത്തു വെച്ചിട്ടുള്ള 3 തടി പീസുകളുണ്ട്, വുഡ് പീസസ് ഉണ്ട്. ആ വുഡ് പീസിൽ ഫെവിക്കോളിൻ്റെ തന്നെ വുഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഗമ്മുണ്ട്, തടികളൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അത് വെച്ചുകൊണ്ട് ആ 2 വുഡ് പീസസും ഒട്ടിച്ചെടുക്കുകയാണ്, പരസ്പരം ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ പുറത്ത് തന്നെ മറ്റൊരു ചെറിയൊരു പീസും കൂടെ ഞാൻ ഒട്ടിച്ച് എടുക്കുകയാണ്. ഞാനിവിടെ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ താഴ്ഭാഗവും മുകൾ ഭാഗവുമാണ് കുറച്ച് പൂക്കൾ അറേഞ്ച് ചെയ്ത് അവിടെ ഒട്ടിക്കുന്നത്. ഫ്ലവേഴ്സും കുറച്ച് ലീഫും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ്, ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഇതുപോലെ നിങ്ങൾക്കും ഓരോ ഗിഫ്റ്റുകൾ ചെയ്യാൻ, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് എളുപ്പത്തിന് വേണ്ടി ഞാനിത് കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് വളരെ ഭംഗിയാക്കി, ഈ ഫ്രെയിമിനെ വളരെ ഭംഗിയാക്കി നിങ്ങൾക്ക് പൂക്കൾ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ താഴ്ഭാഗത്ത് പൂക്കളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൂവിൻ്റെ നടുവിലായിട്ട് ഉപയോഗിച്ച ഫോമിൻ്റെ പീസും വെച്ചാണ് അതിൻ്റെ പൂമ്പൊടി ഫിക്സ് ചെയ്തത്. ഇനി ആ ഫോട്ടോ ഫ്രെയിമിന് ചുറ്റും ഞാൻ ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. അതുപോലെ ഒരു സൈഡിൽ ഞാൻ കാർഡ്ബോർഡിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, പീസസ് കട്ട് ചെയ്ത് അതിനെ അവിടെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ തന്നെ ബ്രൗൺ കളർ പെയിൻറ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 2 പ്രാവശ്യം അതിൽ പെയിൻറ്റ് ടച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നന്നായിട്ട് അതിൽ പെയിൻറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ആ ബ്രൗൺ പെയിൻറ്റിലേക്ക് ഗോൾഡൻ മെറ്റാലിക് പൗഡർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഈ വുഡിലും ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ ഫ്രെയിം ഈ വുഡ് സ്റ്റാൻഡിൽ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
ഇനി അതിൽ ഞാനൊരു കോട്ട് എഴുതി, അമ്മയെക്കുറിച്ചുള്ള ഒരു കോട്ട്, എൻ്റെ മകൾ എഴുതി തയ്യാറാക്കിയ ഒരു കോട്ടാണ് ഞാൻ ഈ സ്റ്റാൻഡിൽ എഴുതുന്നത്. അപ്പോൾ ഞാനത് എഴുതിയിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഞാൻ ഈ ഗിഫ്റ്റ് എൻ്റെ മമ്മിക്ക് പ്രസൻറ്റ് ചെയ്തു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ സന്തോഷം തോന്നി. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ്. എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ.